ബജറ്റ് സമ്മേളനത്തിന് ശേഷം നടക്കുന്ന കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ അരുൺ ജെയ്റ്റ്ലിയെ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. ഊർജ്ജമന്ത്രി പീയൂഷ് ഗോയലായിരിക്കും ധനമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുക. ധനകാര്യത്തിന് പകരം ജെയ്റ്റ്ലിക്ക് പ്രതിരോധ വകുപ്പ് നൽകിയേക്കും. ബിജെപിക്കേറെ നിർണായകമായ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സമൂലമായ അഴിച്ചുപണിയാണ് കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. 2014 അധികാരത്തിലേറിയപ്പോൾ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് സർക്കാർ പരിഷ്കരണ നടപടികൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും ചരക്കുസേവന നികുതി ബിൽ, ഭൂമി ഏറ്റെടുക്കൽ നിയമം തുടങ്ങിയവ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തട്ടി പരാജയപ്പെടുകയായിരുന്നു. അധികാരത്തിലേറുമ്പോൾ മോദിയുടെ വാഗ്ദാനങ്ങളിൽ നിക്ഷേപകർക്കുണ്ടായിരുന്ന പ്രതീക്ഷ ഇപ്പോഴില്ലാതായെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് അരുൺ ജെയ്റ്റ്ലിയെ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. നിലവിൽ ഊർജ്ജ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പീയൂഷ് ഗോയൽ പുതിയ ധനമന്ത്രിയാകും. ജെയ്റ്റ്ലിക്ക് പകരം പ്രതിരോധ വകുപ്പ് നൽകും. ജെയ്റ്റ്ലിക്ക് വിദേശകാര്യ മന്ത്രാലയം നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സുഷമ സ്വരാജിന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് ചുമതലയാകും നൽകുക. സ്മൃതി ഇറാനിക്ക് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പായിരിക്കും പുനഃസംഘടനയിൽ ലഭിക്കുക. ബജറ്റ് സമ്മേളനത്തിന് ശേഷമായിരിക്കും കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുക. റിപ്പോർട്ടർ, ദില്ലി.